സംസ്ഥാനത്ത് ഇന്നും മഴ കനക്കുമെന്ന റിപ്പോർട്ട്. മധ്യ വടക്കൻ ജില്ലകളിലെ 6 ജില്ലകൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മെയ് 16 തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷമെത്താൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ വേനൽ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. ഇന്ന് ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് വിവിധ ജില്ലകളിൽ പെയ്യാൻ സാധ്യതയുള്ളത്. മാത്രമല്ല 24 മണിക്കൂറിനിടെ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യവും ഇപ്പോഴുണ്ട്. വരും ദിവസങ്ങളിലും ഇതേ കാലാവസ്ഥ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. അതിനാൽ തന്നെ വിവിധ ജില്ലകളിൽ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ച പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ശനിയാഴ്ച തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 16 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് ശക്തമായ മഴ പറഞ്ഞിരിക്കുന്നത്. മഴയോടൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഇതിനിടെ തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി രൂപപ്പെട്ടിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ശക്തമായ ന്യൂനമർദ്ദമായി ഇത് മാറുകയും ചെയ്തു. ഈ സമയത്ത് ചുഴലിക്കാറ്റ് സ്വഭാവമുള്ള അന്തരീക്ഷ ചലനങ്ങളും കാണാൻ പറ്റുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിനാൽ തന്നെ അടുത്ത 48 മണിക്കൂർ നിർണായകമാണ്. ചുഴലിക്കാറ്റ് ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഇത്തവണ സാധാരണയേക്കാൾ നേരത്തെ എത്താനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. 16 തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷം പ്രവേശിക്കാൻ സാഹചര്യമുണ്ട്. നിലവിലെ കാലാവസ്ഥാ സാഹചര്യങ്ങൾ തുടർന്നാൽ കാലവർഷം സാധാരണ തീയതിയേക്കാൾ 5-6 ദിവസം മുന്നേ എത്താനും സാധ്യതയുണ്ട്. സാധാരണയായി മെയ് 22-നാണ് ഈ മേഖലയിലേക്ക് മൺസൂൺ എത്താറുള്ളത്. കഴിഞ്ഞ വർഷം മെയ് 13-നായിരുന്നു കാലവർഷം എത്തിയത്. കേരളത്തിൽ ജൂൺ 1-നാണ് സാധാരണയായി തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന്റെ തുടക്കം. അതാണ് ഇന്ത്യയിലെ 4 മാസത്തെ പ്രധാന മഴക്കാല സീസണിന്റെ തുടക്കവും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.